ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം. ചിന്തകൾ കുറയ്ക്കാൻ എന്താണ് വഴി? ചിന്തകൾ കുറയ്ക്കാനായിട്ട് വഴിയൊന്നു മാത്രം. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നിഷ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തുടരുക. നിഷയുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ മറ്റുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകില്ല. അതിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഉദാഹരണം തന്നെ, നിഷ ഇപ്പോൾ ചെയ്യുന്നത് ഈ ലൈവ് കാണുന്നു, കേൾക്കുന്നു. ഈ ലൈവ് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് കാണുക, കേൾക്കുക. ഓക്കെ, അപ്പൊ മറ്റുള്ള ചിന്തകൾ വരുന്നില്ല. ഇപ്പൊ ഈ ലൈവ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള ചിന്തകൾ ഇപ്പൊ നിഷയിലേക്ക് എത്തുന്നതേ ഇല്ലല്ലോ. നമ്മള് എന്തിനെ കുറിച്ചാ, ധ്യാനത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ അവിടെ മറ്റൊന്നിനും പ്രസക്തിയില്ലല്ലോ. നിഷ ഇപ്പം അങ്ങനെ ഒക്കെ എഴുതിയതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇപ്പൊ നിലവിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ മറ്റുള്ള ചിന്തകളിലേക്ക് പോകുന്നില്ല. ഓൾറെഡി നിലവിൽ ഇത് ചെയ്യാണ്, ഒരു പ്രവൃത്തി ചെയ്യാണ്. കീബോർഡിൽ OK എന്ന് എഴുതി വെച്ച്, ഓ ആ അക്ഷരം എടുത്ത്, K എന്ന അക്ഷരം എടുത്തു. അപ്പൊ ഇത് രണ്ടും പ്രവൃത്തിയാണ്. മോളെ മനസ്സിലായോ? മനസ്സിൽ ആയോ എന്നല്ല, കേട്ടോ. ഇവിടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി, മനസ്സില്ല. ഞാൻ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മനസ്സെന്ന് പറയുന്ന സാധനെ നിശയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. പകരം എന്താണ്, കേൾക്കുകയാണ് ചെയ്യുന്നത്. കേട്ടിട്ട് കേട്ടു എന്ന് എഴുതുന്നു, കേൾക്കുകയാണ്. അപ്പൊ ഇവിടെ മനസ്സ് വർക്ക് ചെയ്യുന്നില്ല, മനസ്സില്ല, നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇല്ല അവിടെ മനസ്സ്. പകരം ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. ചെവി, കാതുകൾ കൊണ്ട് കേൾക്കുകയും നിഷയുടെ വിരലുകൾ, അവയവം, ശരീരത്തിലെ അവയവങ്ങളിലൊന്നായ വിരലുകൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മനസ്സില്ല, മനസ്സ് നഷ്ടപ്പെട്ടു പോയി. മനസ്സ് ഇല്ല, നിഷയ്ക്ക് മനസ്സില്ല. കേട്ട് വിരലുകൾ കൊണ്ട് പ്രവർത്തിച്ചു. അവിടെ വർക്ക് ചെയ്തത് നമ്മുടെ ബോഡിയാണ്, ആ ശരീരത്തിലെ അവയവങ്ങളാണ്. ഓക്കെ, ഇനി GP, PP, പേടിഎം ചെയ്യുന്നവര് മാത്രം സംസാരിച്ചാൽ മതി. ഇനി ആരാണ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ? ചോദിക്കാനുള്ളവരെല്ലാരും ചോദിക്കണം. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പറയും. ധ്യാനം എങ്ങനെ ചെയ്യാം? 100 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് ശ്രീനിവാസ് പറയുന്നു, പൊന്നെ ഇത്ര വർഷക്കാലവും ധ്യാനത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊന്നിപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഇട്ട ആ 100 രൂപ, ഓക്കെ, ശ്രീനിവാസ് എനിക്ക് അയച്ചു തന്ന 100 രൂപ, ഇത് തന്നെ ധ്യാനമാണ്. ഇതും ധ്യാനത്തിനോടൊപ്പം ചേർന്നതാണ്. ഇതെന്ന് വെച്ചാൽ ധ്യാനം കർമ്മം, പ്രവൃത്തിയിൽ പെടുന്നതാണ്. കർമ്മം ചെയ്യുക, കർമ്മം എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക, പ്രവൃത്തി. കർമ്മം എന്താണ്? പ്രവൃത്തി. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തു, ഇതും ധ്യാനത്തിൽ പെടുന്നതാണ്, ജ്ഞാനത്തിൽ പെടുന്നതാണ്. ധ്യാനം എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നത് തന്നെ
ഒരു ധ്യാനമാണ്.